വരും. വലിയ സങ്കടം പോലെ എന്റെ മൂടെ ഇവർ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് വരാത്ത ഓർക്കുമ്പോ എനിക്ക് സങ്കടമാണ്. ആയിക്കോട്ടെ അവിടെ അവിടെ ചെന്നിട്ട് അവിടെ പിന്നെ ഇതാ പോയിന്ന് അതുകൊണ്ട് ഹൈക്കോടതിയിലേ ഹൈക്കോടതിയിലേ ഞാൻ പോയ സീനിയറിനെ കണ്ടുപിടിച്ച് അദ്ദേഹം എന്നോട് അനാവശ്യം ചോദിപ്പിച്ച്. ഞാൻ കാണുന്ന സീനിയറിന്റെ അടുത്തൊക്കെ വന്ന് അനാവശ്യം ചോദിക്കുക. ഞാൻ ആദ്യം ചന്ദ്രമോഹൻ ദാസ് എന്ന് പറയുന്ന സാറിനടുത്ത് പോയി അവിടെ വന്ന് നശിപ്പിച്ച് അവർ പല പല കാര്യങ്ങളാണ് യുവാൻ ചെയ്യുന്നത്. മാർക്കെന്തോ എന്റെ പറയുന്ന കാര്യം അതല്ല. ആര് പറഞ്ഞ് ചന്ദ്രമോഹൻ ദാസ് വരുന്നു വരണ്ടാ പറഞ്ഞിട്ടാ പോകുന്നത്. അമ്മ തന്നെ പറഞ്ഞു ആര് പറയുക. എന്തോ പലയിടത്തുനിന്ന് ഇതുപോലെ ഇവന്മാർ വന്ന് നമ്മുടെ പുറകെ നടക്കുന്നത്. എന്താ ഇവൻ പുറകെ നടക്കുന്നത്? ഇവനാണ് എന്റെ പറയുന്നത്. നമ്മൾ ദണ്ഡം കഴിഞ്ഞു നിയമപരമായിട്ട്. ഇവൻ പിന്നെന്തോ പുറകെ നടക്കുന്നത്? ഇവനാരാ? എന്തോ അയ്യാ ആര് പറയുക? അഴുക്കിട്ടൊന്ന് നടക്കുന്ന പോലെ എവിടെയായി എന്തോ പപ്പ പുറകിന് വന്ന് കല്ലി. ആരാ പറഞ്ഞത്? പിന്നെ സീനിയർമാർക്കൊക്കെ എന്നെ അറിയുന്നത്? നിന്നോട് കാര്യം പറയും. നിന്റെ അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ കണ്ടല്ലൂരിക്കാരൻ. നീ എന്നെ കെട്ടിപ്പിച്ചത്. കുറച്ച് ആൾക്കാരായി ഇതിന്റെ പുറകിലുള്ളത്. അബദ്ധം പറ്റിപ്പോയി. ഞാൻ നോക്കും ഇതിനെ റെഡിയാണോ അയ്യോ എന്നൊക്കെ ഉള്ളത് നോക്കും കേട്ടോ. എവിടെ ഞാനറിയണമല്ലോ എവിടെ പോകുന്നതൊന്നുമല്ല. പോകുന്നതല്ല ഞാനും അറിയണം. പോകുന്നതൊക്കെ എനിക്കും അറിയണം. ഹലോ നല്ലടുത്ത് എന്തുവാ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ശരിയാക്കി വിടുമെന്ന് പറഞ്ഞേക്കണം. ഏതവനായാലും ശരി. വേറുള്ളവരുടെ കൂട്ടല്ല. എനിക്കറിയാം കള്ളന്മാരെയൊക്കെ കണ്ടാല് കള്ളത്തരം കൊണ്ട് ഏതെങ്കിലും ഇതുപോലത്തെ എന്റെ ഒക്കെ എടുത്ത ഡാംഡൂമൊക്കെ കൊണ്ട് ഏതെങ്കിലും അവൻ വന്നിട്ടുണ്ട് അവനെ ശരിയാക്കി വിടും. നിന്റെ അടുക്ക ഏതെങ്കിലും അവൻ എന്റെ അടുക്ക എടുത്ത സോക്കേടെങ്കിലും ഏതെങ്കിലും ഒരു അവൻ നിന്റെ അടുക്ക എടുത്താൽ അവനെ ഞാൻ റെഡിയാക്കി വിടും. ഏതവനായാലും ശരി. അത് ഞാൻ വെറുതെ വിടത്തില്ല. ഏതവനായാലും അവരോട് പറഞ്ഞേക്കണം കേട്ടോ. ഹലോ മര്യാദക്കൊക്കെ ഉള്ളത് മതി. അല്ലാതെ ഇവന്റെ ഡാംഡൂമൊക്കെ എന്റെ അടുത്ത് എടുത്ത ഡാംഡൂമൊക്കെ നിന്നോട് ആരെങ്കിലും എടുക്കാൻ വന്നാൽ അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞോണ്ടേ പോത്തുള്ളൂ. ഏതവനായാലും റെഡിക്ക് പോത്തില്ലേ ഏതവനായാലും. നെഗറ്റീവ് ഒന്നുമല്ല. നെഗറ്റീവ് ഇതൊക്കെ ഈ ചുമ്മാ നെഗറ്റീവ് ഒന്നുമല്ല. ഈ നമുക്ക് സംഭവിച്ചതാണ്. അത് കുഞ്ഞിന് സംഭവിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് സംഭവിച്ചതൊന്നും കുഞ്ഞിന് സംഭവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും അവൻ അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ അവനെ ശരിയാക്കി ഞാൻ വിടും. ഏതവനായാലും ശരി. ഏത് കൊമ്പത്തവനായാലും ശരി. അവനെ ഞാൻ പരസ്യമാക്കും. അവന്റെ തൊഴിലല്ല. എന്റെ അമ്മയുടെ കൂട്ടൊന്നും ഇരിക്കത്തില്ല. എനിക്ക് നല്ലപോലെ വക്കീൽ പണിയൊക്കെ അറിയാം. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. പിന്നെ ഏതവനായാലും ശരി. ഏത് കൊടികെട്ടിയവനായാലും ശരി. മര്യാദക്കല്ലെങ്കിൽ നമ്മളെ കൊടുക്കാം. ഹലോ കുഞ്ഞെ എന്നും മക്കൾക്ക് കാണാൻ തരുന്നത്. ഈ വീടും വസ്തുവും നിന്റെ പേരിൽ എഴുതണമെന്നുള്ളതാ എന്റെ ഇത്. ഉടനെ തന്നെ അത് എഴുതിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയും എന്റെയും കൂടെ പേരിലാക്കി വേറെ ആരുടെയും കൂടെ ഉണ്ടാവും. 3 പേരുടെ കൂടെ പേരിലാക്കി ഒരവനും എടുക്കാത്ത നിനക്ക് ജീവിതകാലത്ത് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കത്തുള്ളൂ ഒരവനും. അങ്ങനെ എഴുതി വെക്കണമെന്നുണ്ടാ എന്റെ കയ്യിൽ ആഗ്രഹമുണ്ട്. നിനക്കും 2-3 പേരുടെ എന്റെയും വേറെ ഒരാളുണ്ട്. ആ 3 പേരുടെ കൂടെ പേരിൽ പിന്നെ ഞങ്ങളുടെ ഈ കാലത്തേക്ക് നിനക്കിരിക്കുന്ന രീതിയിലും നിനക്കിത് വിൽക്കാൻ പറ്റാത്ത ഒരവനും വിൽക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്ക് എഴുതി തരണമെന്ന് കേട്ടിരിക്കണം. ബാക്കിയൊക്കെ ഞങ്ങളെ ഇരിക്കട്ടെ. ഇതെന്തായാലും ബാക്കി പിന്നാട്ടെ. കുറേശ്ശെ ആട്ടെന്ന് ചോദിച്ചു കേട്ടോ. ഹലോ അതിന്റെ പിന്നെ അവൻ വിചാരിക്കണ്ട. ബിജുപി എന്ന് പറയുന്ന അവനുണ്ടല്ലോ. അവൻ വിചാരിക്കണ്ട ജീവിതത്തില് അവൻ ഇതേ 1 സെന്റ് വിറ്റ് അവന് എന്നെ പറ്റിച്ചെടുക്കാവുന്നത് ഇനി വിചാരിക്കണം. അവൻ അതിന്റെ ബന്ധം ഒഴിഞ്ഞു കോടതി വഴി. ഇനി അവൻ ഈ പടി ഒരു കണ്ണാടിയിലേക്ക് മനസ്സിലായി ഇവിടെ ഒന്നും കേട്ടു
ഒന്നും വിചാരിക്കണ്ടാവില്ല കേട്ടോ. അവനുമായിട്ട് നീ വരാനൊക്കത്തില്ല കേട്ടോ കുഞ്ഞെ. ഹലോ ഹലോ, ആ ഞാൻ പറയുവാ, ഞാൻ ഇപ്പോഴേ പറയുവാ. അവൻ ഇവിടെ വരാനൊക്കത്തില്ല. നീ ഒരു ഓട്ടോ പിടിച്ച് ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ ഞാൻ പറഞ്ഞു വിടും. അതൊക്കെ നീ വന്നാൽ മതി. അല്ല നീ അവന്റെ കൂടെ ഒന്നും ഈ പണി ചവിട്ടിക്കത്തില്ല. അവനെ ഈ പണി ഞാൻ ചവിട്ടിക്കത്തില്ല കേട്ടോ. ബിജുപി എന്ന് പറയുന്നവർ എന്റെ വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. ഈ പണി ചവിട്ടാൻ പറ്റത്തില്ല. അത് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് പറയുക കേട്ടോ. കുഞ്ഞിറങ്ങിയിരുന്നോ? കുഞ്ഞു പറഞ്ഞ ഇവൻ വരാനൊക്കത്തില്ല. ഇവന് ഇവിടെ ഒന്നും യാതൊരു ഇതുമില്ല. ഇവനെ ഈ പണി അടിച്ച പണി കഴിഞ്ഞിട്ട് ഇവൻ വന്നാൽ അന്നേരം ഇവിടെയും ചെയ്യും. അത് ഈ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് കേട്ടോ. ഹലോ, മോളെ എനിക്ക് 98 വയസ്സായി. 88 വയസ്സായി. ഇനി അത് വീട്ടിലെ അമ്മ കൂടി 86 വരെ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 88 വയസ്സായി. ഇരിക്കില്ല. വിരാലമ്മ ഇപ്പം തൃശ്ശൂരാ താമസിക്കുന്നത് കേട്ടോ. കൊച്ചുമോടെ കൂടെ താമസിക്കുന്നത്. ഇത് നമുക്കുള്ളത് അല്ലാതെ കണ്ടവർക്കൊന്നും ഉള്ളത്. ഇത് മാളവികക്കുള്ളത്. പക്ഷെ കാലശേഷം ഞങ്ങളുടെ 3 പേരുടെയും കൂടെ വേറെ എഴുതി വെക്കാനുണ്ട്. ഈ വസ്തുവും വീടും രണ്ടാം മാസം ആർക്കും ഉണ്ട്. ബിജുവിനൊന്നും ഇവിടെ ഇവിടെ കുഞ്ഞിന്റെ അപ്പപ്പായ അവരൊക്കെ ചെയ്യില്ല. ശരിക്കും ഒരു മാസം ബിജുവിനൊന്നും ഈ അമ്മ. ഞങ്ങൾ അതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു. എന്റെ മോക്ക് ജോലിക്ക് നോക്കും. ഇത്രയും നാളായിട്ട് ഞാൻ എല്ലാവർക്കും പൈസ കൊടുക്കുന്നത്. അവിടെ എവിടെ ഒരു ജോലിക്ക് പോയാൽ സത്തരിക്കുന്നു. അതില്ലാതാക്കും. കുഞ്ഞിനത് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. കുഞ്ഞിന് ഇത് പപ്പയെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ എന്തോ കൂടെ അവിടെ പോകണ്ടേ. ഹലോ, ആ നമ്മൾ വന്നാൽ മതിയേ. ഫോട്ടോ എടുത്തോ? ആ ആ ആ ആ വഴി അറിയുമ്പോ നീ പറഞ്ഞു കൊടുത്തോ വഴി? ആ അറിയാമോ? പോട്ട് കുഞ്ഞൊന്നും പറയാൻ പോകല്ലേ കേട്ടോ. അന്ന് പക്ഷേ കൊച്ചാപ്പുറത്തെന്തോ പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം കുടിച്ചിട്ട് എന്തോ പോയായിരുന്നു വീട്ടിൽ താമസിക്കാൻ. എന്തോ ഒന്നും ചെയ്യും തോന്നുന്നില്ല. ഏതായാലും മീൻ പറഞ്ഞിട്ടൊന്നും പറയാൻ പോകണ്ട. ഈ അഴിയൊന്നും കൊടുക്കണ്ടാവും. കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പോകണ്ട മക്കളെ കേട്ടോ. അയ്യോ, ആ ഇത് പിടിക്കുന്നില്ല. ഞാൻ പിടിക്കാൻ എടുക്കുന്നില്ലല്ലോ. എന്തുവാ എന്തുവാ എന്തോ ആയി പറയുന്നത്. ആ കടക്കാരെ ഒന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പന്ത്രണ്ടുള്ള കടക്കാരെ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് വരാൻ. അതെ ഞാനത് പറഞ്ഞത്. ആ കടക്കാരെ പറഞ്ഞു. ഞാൻ അവിടെ വിട്ടിട്ട് അവിടെ എടുത്തിട്ടൊക്കെ പോകും. പിന്നെ എന്തോ ഞാൻ പറയാതെ ഞാൻ എടുത്തിട്ട് ആ കടക്കാരെ പറഞ്ഞേക്കുന്നത് ശരിക്കും.